ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വോളാറ്റിലിറ്റി തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ ഒരാഴ്ചയിലത്തെ ഹോളിഡേക്ക് ശേഷം ഇന്ന് വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല ഓപ്പണിംഗ് ആയിരുന്നു ചൈനീസ് മാർക്കറ്റുകൾക്കെല്ലാം തന്നെ. പക്ഷേ ചൈനീസ് ഗവൺമെൻറ് വലിയ രീതിയിലുള്ള സ്റ്റിമുലസ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ലാക്ക്ലസ്റ്റർ മൂഡാണ് ട്രേഡിംഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. എന്നിരുന്നാലും ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ 2-5% വരെ ബെറ്ററായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ ഇന്നലെ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിൽ എന്തൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. ഒപ്പം S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 22.64 ഉയർന്നിട്ടുണ്ട്. മിനിഞ്ഞാന്ന് അത് 19.21 ആയിരുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിലും നല്ല വൊളാറ്റിലിറ്റി ഇന്നും നാളേക്ക് ഉണ്ടാവും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു വൊളാറ്റിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കാരണം പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിലുണ്ടായേക്കാം. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റി അതിൻ്റെ മേജർ സപ്പോർട്ട് ലെവലിൽ എത്തിയിരുന്നു. അതിനുശേഷം സ്ലൈറ്റ് റീബൗണ്ടിങ്ങിൽ ആണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ഓവറോൾ നിഫ്റ്റിയും സെൻസസും വീക്കായിട്ട് തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മേജർ സപ്പോർട്ട് ലെവൽ നിഫ്റ്റിയുടെ 24,700 ആയിരുന്നു. നെക്സ്റ്റ് മേജർ സപ്പോർട്ട് ലെവലായിട്ട് വരുന്ന 24,400 ആണ്. വലിയ രീതിയിലുള്ള സെൽ ഓഫ് ഒക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ വരികയാണെങ്കിൽ, അതുപോലെ തന്നെ അസംബ്ലി ഇലക്ഷൻ റിസൾട്ടിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ വീണ്ടും 24,700 വന്നേക്കാം. അതിനുശേഷം 24,400 വരെയൊക്കെ താഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടതാണ്. നമ്മൾ കമോഡിറ്റി ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അയൺ ഓർ മാത്രമാണ് അറൗണ്ട് 4% ബെറ്റർ ആയിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി തീർച്ചയായിട്ടും ചൈനയിൽ വലിയ രീതിയിലുള്ള സ്റ്റിമുലസ് അനൗൺസ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ ഉണ്ട്. നാളെയാണ് വരുന്നത്. പലിശ നിരക്ക് കുറയ്ക്കില്ലേ എന്നുള്ള കാര്യമൊക്കെ അതിന് ശേഷമാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ Q2 റിസൾട്ടുകളും നാളെ മുതൽ വന്നു തുടങ്ങും. മേജർ Q2 റിസൾട്ടുകൾ തന്നെയാണ് അടുത്ത ദിവസങ്ങളിലെ ട്രെൻഡൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. TCS ആണ് നാളെ ആദ്യമായിട്ട് Q2 റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ബെറ്റർ ദാൻ എക്സ്പെക്ട് റിസൾട്ടാണ് IT കമ്പനികളിൽ നിന്ന് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ചൊരു മൂവ്മെൻ്റൊക്കെ വന്നേക്കാം. എന്നിരുന്നാലും ഗ്ലോബൽ സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ചെറുതായിട്ട് വൊളാറ്റിലിറ്റിക്ക് കാരണമാക്കിയേക്കാം. ഒപ്പം പൊളിറ്റിക്കൽ പ്രഷറൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ ചെറുതായിട്ടൊക്കെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എല്ലാവരും ഒരു ലോങ് ടൈം വ്യൂ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലെല്ലാം സൂചിപ്പിച്ച പോലെ അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് താഴെ വരുമ്പോഴാണ് നന്നായിട്ട് താഴെ വരുമ്പോഴാണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ബൈയിങ് നടത്തുന്നത്. അത് പേടിക്കാതെ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങാനുള്ള ഒരു ബിഹേവിയർ കൾട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പേഷ്യൻസ്. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ റിട്ടേൺ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യൻസ് ആവശ്യമാണ്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും റീബൗണ്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ പേഷ്യൻസോടുകൂടി മാർക്കറ്റിൽ ആക്ട് ചെയ്യുക. പലതരത്തിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ വന്നേക്കാം. അത് ഓൾറെഡി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വൊളാറ്റിലിറ്റികൾ ഇനി വീണ്ടും വന്നേക്കാം. അതുകൊണ്ട് വളരെ പേഷ്യൻസോട് കൂടിയിട്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് ഒരു വ്യൂ കീപ്പ് ചെയ്യുന്നതായിരിക്കും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ല ഡിസിഷൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.